വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷാസ് വേൾഡ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പായസമാണ് നമ്മൾ ഉണ്ടാക്കാറ്? സേമിയ പായസം, അടപ്പായസം, പിന്നെ ചെറുപയർ പായസം. അപ്പോൾ ഇത് നമ്മൾ വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്, മക്രോണി പായസം. എന്നാ പിന്നെ ഞാനിവിടെ മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത മക്രോണിയെ കുക്കറിലിട്ട് വേവിക്കാം. 2 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാലൊഴിച്ച് പഞ്ചസാരയും നെയ്യും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ പാല് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഫ്രണ്ട്സ്, കുക്കറിലിട്ട് വേവിച്ച മക്രോണിയെ പച്ചവെള്ളത്തിലിട്ടൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറേശ്ശെയായി പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയാവാതെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ കട്ടയായി പോവേ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര നല്ല ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് എടുക്കണേ. ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം. കാരമലൈസ് ചെയ്ത ഷുഗറും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേസ്റ്റിന് ഒരു ഇത്തിരി ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് അങ്ങോട്ട് മുഴുവനാക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മക്രോണി പായസം റെഡി. നമ്മുടെ മക്രോണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടപ്പായസത്തിന്റെ അതേ ടേസ്റ്റ് ആണ്. ഇത് വളരെ 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 ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.